ദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ മാത്രം ചേർത്തുള്ള ഓലനാട്ടാ. കുമ്പളങ്ങ മാത്രം ചേർത്തുണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാട്ടാ. ഇതുപോലെ ചെറിയ സ്ക്വയറായിട്ടാണ് കുമ്പളങ്ങ അരിഞ്ഞെടുത്തത്. 2 എരിവുള്ള മുളക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുറി തേങ്ങ, പച്ചമുളക് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, നാടൻ ഇഞ്ചി, അത് ഞാൻ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. അത് അരിഞ്ഞെടുക്കാം. കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടോ. ഈ 3 ഐറ്റം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുറി തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാപ്പാലുണ്ടാകും. അതിൻ്റെ 2ാം പാല് 3ാം പാലൊക്കെ കൂടെ പിഴിഞ്ഞെടുത്തതാണിത്. ഇത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, പിരിഞ്ഞു പോകാതെ. അതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം മാറ്റണ വരെ വെയിറ്റ് ചെയ്യാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഓലനാണ്. അതിലേക്ക് കുറച്ച് വേപ്പിലയുടെ, നാടൻ വേപ്പിലയാണ്, വേപ്പിലകൾ ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഈ ഒരു കറി നമുക്ക് ഇടയ്ക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ലൊരു കറി അത്. നമ്മളെ വയറിനെ ശുദ്ധീകരിക്കുമെന്ന് പറയണേ നമ്മുടെ ഓലൻ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. ഓണത്തിന് മാത്രമല്ല, എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഈ രീതിയിൽ നല്ല ടേസ്റ്റുള്ള ഓലനാണ്. ഞാനിവിടെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നു. കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഷ്ണം പിന്നെ വേവില്ല. അതൊരു ടിപ്പാട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കിക്കോ കേട്ടോ. കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം കറി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വരുമ്പം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, തലപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ ചട്ടിൻ്റെ ചൂട് നന്നായിട്ടുണ്ടാവും. ആ ഒരു ചൂടിലിരുന്നാൽ മതി. പച്ച വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. തീ പിന്നെ കത്തിക്കണ്ട. ആ ചൂടിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ ചൂടായിക്കോളും. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ ഓലൻ്റെ പണി. സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും പോയി ഓണത്തിന് ഓലൻ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പകർത്തി കാണിക്കാം. ചൂടാറുമ്പോൾ പാകമാവും കേട്ടോ ഈ കറി. നല്ല ടേസ്റ്റാണ്. ചോറിൽ വെറുതെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് നല്ലൊരു ടേസ്റ്റുള്ള കറി അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി.